കർത്താവിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവകൃപ നമ്മോട് കൂടെയുണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്ന് നമ്മൾ മാറി ഇമ്മാനുവേൽ പിതാവിന്റെ ശരിക്കും പറഞ്ഞാൽ വളരെ ശക്തമായൊരു പ്രഭാഷണമാണ് കേൾക്കാൻ പോകുന്നത്, അല്ലേ? അതെ അതെ. വെളിപാട് പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇതിനെന്താണ് പ്രാധാന്യമെന്ന് നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാം. തീർച്ചയായും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തുടങ്ങാം. അപ്പൊ ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ 7 മുദ്രകൾ, പിന്നെ 7 കാഹളങ്ങൾ, 7 കലശങ്ങൾ, ഇതൊക്കെ വെറുതെ ഒരു അടയാളം മാത്രമല്ല കേട്ടോ. അല്ല. മുദ്രകളെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളാണ്, അവന്റെ വചനം, മാറ്റമില്ലാത്തത്. ശരിയാണ്. കാഹളങ്ങളോ അത് മുന്നറിയിപ്പുകളാണ്. ശ്രദ്ധിക്കണം, ഉണർന്നിരിക്കണം എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ. പിന്നെ കലശങ്ങൾ, അത് ന്യായവിധിയാണ്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ടിങ്ങനെ വരും. 7ാമത്തെ മുദ്ര തുറക്കുമ്പോൾ 7 കാഹളങ്ങൾ വരുന്നു, 7ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ 7 കലശങ്ങൾ. അപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ കൂടെയുണ്ട്, പേടിക്കണ്ട. അതേസമയം ഉണർന്നിരിക്കണം, ന്യായവിധി വരുന്നുണ്ട്. ശരിയാണ്. അപ്പൊ ആ മുന്നറിയിപ്പുകളിൽ 5ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ യോഹന്നാൻ ശ്ലീഹ ഒരു കാഴ്ച കാണുകയാണല്ലേ. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ ഒരു നക്ഷത്രം. അതെ. പിതാവ് പറയുന്നതനുസരിച്ച് അത് സാത്താനാണല്ലേ. അവനൊരു താക്കോല് കൊടുക്കുന്നു, അടങ്ങാത്ത ആഴത്തിന്റെ താക്കോല്, പാതാളത്തിന്റെ താക്കോല്. ഇവിടെ ഈ പാതാളം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഓർക്കുന്ന പോലെയല്ല. അതായത് പിതാവ് പറയുന്നത് അത് മനുഷ്യന്റെ ബുദ്ധിയാണ്, അവന്റെ ചിന്താശേഷിയാണ്. അതെ. അപ്പൊ സാത്താന് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നുവരാൻ ഒരു പരിധിവരെ ദൈവം അനുവാദം കൊടുക്കുന്നു. അത് ഓർക്കുമ്പോൾ ഒരു പേടി തോന്നും, അല്ലേ? ശരിക്കും ഭയാനകം തന്നെ. സ്വന്തം ചിന്തകളിലേക്ക് സാത്താന് പ്രവേശനം. എന്നിട്ട് ആ താക്കോൽ ഉപയോഗിച്ച് സാത്താൻ ആ ആഴം തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയൊരു ചൂളയിൽ നിന്ന് പുകയുയരുന്നത് പോലെ. ഈ പുക, അതാണ് സാത്താന്റെ ജ്ഞാനമെന്ന് പറയുന്നത്. അവന്റെ നുണകൾ. അതെ, ലോകത്തെ വഞ്ചിക്കുന്ന തത്വങ്ങൾ. അത് സൂര്യനെയും വായുവിനെയും ഇരുട്ടിലാക്കുന്നു. എന്നുവെച്ചാൽ സത്യത്തെ മറയ്ക്കുന്നു. ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ അത് മൂടിക്കളയുന്നു. ലോകം അങ്ങനെ അന്ധകാരത്തിലാകുന്നു. അതെ, സത്യം കാണാതെ ഇങ്ങനെ തപ്പിത്തടഞ്ഞു നടക്കുന്നു. ഇത് ശരിക്കും പുതിയ കാര്യമല്ലല്ലോ, അല്ലേ? സാത്താന്റെ എക്കാലത്തെയും തന്ത്രം ഇത് തന്നെയാണ്. ഏദൻ തോട്ടത്തിലെ ഹവ്വയോട് എന്താ പറഞ്ഞത്? ഈ അറിവിന്റെ പഴം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെപ്പോലെയാകും. ജീവന്റെ മരമായ ക്രിസ്തു വേണ്ട, സ്വന്തം അറിവിൽ ആശ്രയിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ശരിയാണ്. ഇപ്പോഴും അവൻ അതുതന്നെയല്ലേ നമ്മളോട് പറയുന്നത്. നിനക്ക് ദൈവത്തെ ആവശ്യമില്ല, നിന്റെ ബുദ്ധിയുണ്ടല്ലോ, അത് മതി എല്ലാം നേടാൻ. ആ ഒരു അഹങ്കാരം, അതാണ് ഏറ്റവും വലിയ കെണി. പ്രഭാഷണത്തിൽ ആധുനിക ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലേ. ഈ ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, UN, കാലാവസ്ഥാ വ്യതിയാനം, പിന്നെ ചില വാക്സിനുകൾ, പകർച്ചവ്യാധികൾ, ഇതൊക്കെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള തന്ത്രങ്ങളാണെന്നാണ് പിതാവ് പറയുന്നത്. അതെ, മനുഷ്യനുണ്ടാക്കിയ കാര്യങ്ങളിൽ കൂടുതൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. സാങ്കേതികവിദ്യയെ ഒരു ദൈവത്തെപ്പോലെ കാണുന്നു. ശരിയാണ്. ഈ യുദ്ധവിമാനങ്ങളൊക്കെ ഇല്ലേ, അതിനെയൊക്കെയാണ് വെളിപാടിലെ വെട്ടുകിളികളോടും തേളുകളോടുമൊക്കെ ഉപമിക്കുന്നത്. മനുഷ്യനുണ്ടാക്കിയത് മനുഷ്യനെ തന്നെ നശിപ്പിക്കാൻ വരുന്നു. ഈ ഹറാരിയൊക്കെ പറയുന്ന പോലെ മനുഷ്യൻ ദൈവമാകാൻ നോക്കുകയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്നവരെ, ഇവിടെയാണ് നമുക്ക് പ്രത്യാശയുള്ളത്. ഈ വെട്ടുകിളികൾക്ക്, അതായത് ഈ നാശത്തിനൊന്നും ആരെ ഉപദ്രവിക്കാൻ പറ്റില്ലെന്നറിയോ? ആരെയാണ്? നെറ്റിയില് ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെ മാത്രമേ ഉപദ്രവിക്കാൻ അനുവാദമുള്ളൂ. അതാണ് കാര്യം. അതെ. അപ്പോ ആരാണ് ഈ മുദ്രയുള്ളവർ? പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായവർ, കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നവർ. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. അല്ലേ? ഒരിക്കലുമല്ല. നമ്മുടെ ഹൃദയമാകുന്ന വീടിന്റെ ഉടമസ്ഥൻ ക്രിസ്തുവാണെങ്കിൽ പിന്നെ ഒരു ശക്തിക്ക് നമ്മളെ തൊടാൻ പറ്റില്ല. അവനിൽ നമ്മൾ സുരക്ഷിതരാണ്. അതെ. പക്ഷേ അങ്ങനെ സംരക്ഷണം കിട്ടിയ നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? ഇല്ല. ലോകം മുഴുവൻ നമ്മുടെ സഹോദരങ്ങളുണ്ട്. പട്ടിണി കിടക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ. ശരിയാണ്. അവരെയൊക്കെ നമ്മൾ ഓർക്കണം, സഹായിക്കണം. വംശമോ മതമോ ഒന്നും നോക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തണം. അതെ. ഈ ഭക്ഷണപ്പൊതി കൊടുക്കുന്നതും മറ്റു രാജ്യങ്ങളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ സഹായിക്കുന്നതും അതൊക്കെ ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും. അപ്പോ ഈ ഒരു വലിയ ഉത്തരവാദിത്വവും ദൈവകൃപയും ഓർത്തുകൊണ്ട് നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ പ്രാർത്ഥന അതൊന്ന് ഹൃദയത്തിൽ ഏറ്റുചൊല്ലാം. നല്ലതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും എനിക്കിടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളുമായി പങ്കുവെക്കണം കേട്ടോ. soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിലേക്ക് നിങ്ങൾക്ക് എഴുതാം. അതെ, നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകും. തീർച്ചയായും എഴുതണം. അപ്പോ അവസാനമായി ഒരു ചോദ്യം. നിങ്ങൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ചോദ്യം. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്നത്? ഈ ലോകം പറയുന്ന നുണകളിലാണോ? നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിലാണോ? അതോ ജീവന്റെ ഉറവിടമായ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവന്റെ ആ മുദ്രയിൽ ആശ്രയിച്ചാണോ ജീവിക്കുന്നത്? ഇതൊന്ന് ആഴത്തിൽ ചിന്തിക്കണം. തീർച്ചയായും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ദൈവകൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ. ആമേൻ.